ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് കൃഷിയായിട്ടൊന്നും അല്ല കേട്ടോ, നടിയിലൊന്നും അല്ല, വിളവെടുപ്പും അല്ല, പൂക്കളെ കാണിക്കലും ഒന്നും അല്ല. ഇന്ന് ഞങ്ങളൊരു ടൂറ് പോകുന്നത് കാശ്മീരിലേക്കാ. ഭൂമിയിലെ സ്വർഗം എന്ന് അറിയപ്പെടുന്ന കാശ്മീരിലേക്ക് പോവുക. ഞാൻ ഇതുവരെ കാശ്മീർ ഒന്നും കണ്ടിട്ടില്ല. പോവാൻ കാരണം മൂത്ത മോനും എൻ്റെ ഭാര്യക്കും PG എക്സാം ഒക്കെ കഴിഞ്ഞു. ഭാര്യക്ക് എക്സാം കഴിഞ്ഞപ്പോൾ ഒന്ന് ഫ്രീ ആയി നിൽക്കുകയല്ലേ, അപ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആവാന്ന് പുറത്തേക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെയും കൂടെ കൂട്ടിയ ഉപ്പയും ഉമ്മയും ഒക്കെ ആയിട്ട് ഞങ്ങള് കാശ്മീരിലേക്ക് ടൂറ് പോവുക. അപ്പോൾ കുറച്ച് ദിവസത്തിന് എൻ്റെ പച്ചക്കറി നിങ്ങൾ കാണൂര, വിളവെടുപ്പ് കാണൂര, പൂക്കളി ഒന്നും, ഗുഡ് മോർണിംഗ്, പൂക്കളെ കാണിക്കലൊന്നും ഉണ്ടാവില്ല. ഞാൻ കാശ്മീരിലേക്ക് പോകും. ഇനിയത്തെ കാശ്മീരിലെ കാഴ്ചകളായിരിക്കും ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഞാനൊന്നും ചെറുപ്പത്തിൽ ടൂറേ പോയിട്ടില്ല. സ്കൂളിൽ നിന്നൊക്കെ അധ്യാപകർ ടൂറ് പറയുമ്പോൾ നമ്മളൊന്നും ആ ഭാഗേ മൈൻഡൊക്കെ അല്ല, കാരണം നമ്മളെ അടുത്ത് പൈസയൊന്നും ഉണ്ടാവില്ല, ഒരു സ്ഥലവും കണ്ടില്ല. അപ്പം ആളായിരിക്കുമ്പോൾ ഞങ്ങളെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അൽഹംദുലില്ലാ എല്ലാ രക്ഷിതാക്കൾക്കും മക്കളാൽ എങ്ങനെയുള്ള സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് ടൂറ് പോകുള്ള പ്രയാസം എന്താണെന്നറിയോ? ഈ പശുവിനെ ആടിനെയൊക്കെ പോറ്റുന്നവർക്ക് പിന്നെ പിന്നെ എവിടെയും പോകാൻ പറ്റൂല. കാരണം പുല്ലെരിയണം, അതുണ്ടാക്കണം, എല്ലാം വേണം. പക്ഷെ അതുപോലെ എനിക്കും ഈ ചെടികളൊക്കെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ പോവുക എന്നുള്ള സങ്കട. ചെടികളിട്ട് പോകുന്നതിൽ എന്തോ ഒരു പ്രയാസം പോലെ. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ലെങ്കിലും എൻ്റെ ചെടികൾക്കെല്ലാം ഞാൻ ഭക്ഷണം കൊടുത്തു. അങ്ങനെ പൊന്നുപോലെ നോക്കുന്ന എൻ്റെ ചെടികളോട് ഞാൻ ഒരാഴ്ച പേർക്ക് പനാതല്ലാതെ നിൽക്കേണ്ടി വരും. ഞങ്ങൾ പോവാൻ നോക്കുക. എന്നാ വരി, ഞാന് കാശ്മീരിൽ ഞാൻ എന്തൊക്കെ കാണുന്നോ അതെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിക്കും. നിങ്ങളും കാശ്മീരിൽ പോയ പോലെ ആക്കി തരും ഞാൻ കേട്ടോ. എന്നാ വരി, എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറപ്പെടുക. തവക്കലത്ത് വല്ലല്ലാന്നും പറഞ്ഞിട്ട് കാശ്മീരിലേക്ക് യാത്ര ഒരു രസം തന്നെ. ഇങ്ങനെ പണിയെടുത്ത് നിൽക്കുന്ന ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങാന്ന് അറിയുന്നത് മക്കളോടൊത്ത് രസാ. എല്ലാവർക്കും ഇങ്ങനെയുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും. ചെടികളോടൊക്കെ എനിക്ക് സങ്കടമാകുക. പോട്ടെ കേട്ടോ, ഇത് എന്നിട്ട് കാണാം. പൂക്കളൊക്കെ അല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ച് ഞങ്ങൾക്ക് രണ്ടാക്കും 2 ട്രോളിയാ. ഒരാഴ്ചക്കുള്ള ഡ്രസ്സ് വേണമല്ലോ, രാത്രിയും പകലും എല്ലാം ഇടാന്. പുറപ്പെട്ട് ഞങ്ങൾ 5-ാം മൈലിലെത്തി. 5-ാം മൈലിന് തിരിയണം. വലതു ഭാഗത്തേക്ക് തിരിയാണെങ്കിൽ കോഴിക്കോട് റോഡ്. ഞങ്ങൾക്കിപ്പം കോഴിക്കോട് റോഡിലേക്കാണല്ലോ പോകേണ്ടത്. ഇടതാണെങ്കിൽ മാനന്തവാടിയാ. ഞങ്ങൾ അങ്ങാടി 5-ാം മൈൽ. ഇവിടെ ഒരു മഴ പെയ്തിട്ടു. അപ്പൊ മഴ പെയ്യുന്ന നല്ല റഹ്മത്തും ബർക്കത്തും ഒക്കെ ഇറങ്ങുന്ന സമയത്ത് ഒക്കെ മഴ പെയ്തു. മോനും മോളും കോഴിക്കോട് നിന്നാ കയറുന്നത്, ഇവിടുന്നല്ല. അവര് കോഴിക്കോട് നിൽക്കും, ഞങ്ങൾ അങ്ങോട്ട് പോവാ. കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാ ഞങ്ങള് പോകുന്നത്. ട്രെയിനിലല്ല, വിമാനത്തിലാ. പനമരം പാലം. ഇവിടെയാണ് എന്നൂർ പോകുന്ന വഴിയാണത്. എന്നൂർ കഴിഞ്ഞാല് ഒരു പാർക്ക് കാണിച്ചു തരാം. ഇവിടെ കുറെ സ്ഥലങ്ങളുണ്ട് കുട്ടികളും കൊണ്ട് വന്നാല്. ഇതാ ലക്കിടി ആ റിസോർട്ട് വേറെ, ഇതാണ് പാർക്ക്. ഇതാ വയനാട് അൾട്രാ പാർക്ക് കഴിഞ്ഞു. യാത്ര ചെയ്ത് ഞങ്ങൾ തളർന്ന് ഞങ്ങൾ കടയിൽ ചായ കുടിക്കാൻ കയറി. അതാ ഇവിടെയാ കയറുന്നത്. ഞങ്ങൾ വന്ന് ചുരത്തിന്റെ അടുത്ത് എത്തി. സമയം ഇരുട്ടാവാനും ആയിട്ടുണ്ട്. ചായ കുടിച്ച് ഞങ്ങൾ മെല്ലെ വരുന്നുള്ളൂ. ഇതാണ് ഗേറ്റ്. താങ്ക് യു, വിസിറ്റ് അഗെയിൻ. ഇതാണ്. ഇനിയാണ് ചുരം കാണിച്ചു തരാം. 9-ാം വളവ് അത് കാണിച്ചു തരാം. എനിക്കേ കിട്ടുള്ളൂ അല്ലേ.
ഇതാണ് 9-ാം വളവ്. അത് ഇവിടെയാണ് ആൾക്കാർ ചുരം കാണുന്നത്. താഴോട്ട് കാറ് നിങ്ങൾക്ക് അങ്ങനെ കാണിക്കാൻ കഴിയില്ല, കുഴിയൊന്നും അല്ലേ. ഇവിടെ ഭയങ്കര വാഹനം നിർത്തിയതാ. സൈഡ് ഇടിഞ്ഞിന്ന് കേട്ടില്ലായിരുന്നോ ചുരത്തില്? അതാണ് ഇവിടെ 9 തന്നെ. അവിടെ കാറൊക്കെ കെട്ടിയിട്ടുണ്ട്. ഓഗസ്റ്റ് 14 അത് ശരി. ഇതാ ചുരം കാണാത്ത കൊറേ പ്രിയപ്പെട്ടവർ എന്റെ കുടുംബത്തിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാ. കൊറേ പേർക്ക് വയനാട് തീരെ കണ്ടില്ല എന്ന് എന്നോട് പറയൂ. നമ്മളതുപോലെ പല ജില്ലകളും കണ്ടില്ലല്ലോ, അതുപോലെ തന്നെ. പക്ഷെ വയനാട്ടിൽ ഒരിക്കലെങ്കിലും വരണം. ഇവിടുത്തെ ചുരം കാണണം, കുറെ സ്ഥലങ്ങൾ കാണണം. അങ്ങനെ ഞങ്ങള് ചുരം ഇറങ്ങി. കുഞ്ഞു കുഞ്ഞു ബ്ലോക്ക് പെട്ടെങ്കിലും കൂടി കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. ചുരം കഴിഞ്ഞു. ചുരം കഴിഞ്ഞ് ആ പള്ളിന്റെ അടുത്ത് എത്തി. അടിവാരം പള്ളി. ഇനി സ്മൂത്ത് ആയിട്ട് അങ്ങ് പോവും, കാരണം ബ്ലോക്ക് ഒന്നും ഇനി ഉണ്ടാവില്ല വിചാരിക്കുന്നു. താമരശ്ശേരി എത്തി. ഞങ്ങൾക്ക് എത്തണ്ടേ കോഴിക്കോടാ. ഞങ്ങൾ ഇന്ന് ആങ്ങളന്റെ ഫ്ലാറ്റിലാ താമസിക്കുന്നത്. നാളെയാണല്ലോ ഫ്ലൈറ്റ്. അതുകൊണ്ട് ഞങ്ങൾ നേരെ പോകുന്നത് ആങ്ങളന്റെ ഫ്ലാറ്റിലേക്കാ. ഇപ്പൊ താമരശ്ശേരി എത്തി. ഞങ്ങൾ 4 മണിക്ക് പുറപ്പെട്ട് ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഇപ്പൊ നല്ല ഇരുട്ട് ആയും ചെയ്തു. ഇത് താമരശ്ശേരി അങ്ങാടിയാ. കുറെ പേര് താമരശ്ശേരിക്കാരുണ്ട് എന്റെ കുടുംബത്തിൽ. ഇങ്ങനെ ഞങ്ങൾ വീണ്ടും ഹോട്ടലില് കപ്പ ബിരിയാണി. ഇവിടെ പൊറോട്ട പൊറോട്ട തിന്ന് കഴിയാൻ ഞങ്ങളെ കപ്പ ഷുഗറായിട്ട് കപ്പ ബിരിയാണി അല്ല വേണ്ടത്, പൊറോട്ട കഴിക്കട്ടെ. നിങ്ങൾ കണ്ടു കപ്പ ബിരിയാണി കഴിച്ചിട്ടുണ്ട്? അങ്ങനെ ഞങ്ങള് ഇറങ്ങാൻ പോവുകട്ടോ. ഇന്നലെ രാത്രി ആങ്ങളുടെ വീട്ടിൽ താമസിച്ചു, ഫ്ലാറ്റിൽ നിന്നു. രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി നിൽക്കുക ഞങ്ങള്. ഇപ്പൊ മോനും മോളും കൂടെ വരും ഞങ്ങളെ കൂട്ടാന്. ഞങ്ങൾക്ക് ഇന്ന് 11 മണിക്കാണ് ഫ്ലൈറ്റ്. ഇപ്പൊ ഒരു 9 മണിക്ക് എയർപോർട്ടിനുള്ളിൽ കയറണല്ലോ. ഇവിടുന്നാണെങ്കില് പിന്നെ കുറച്ചൊരു ദൂരമുണ്ട് കോഴിക്കോടിന്. ഇപ്പൊ കോഴിക്കോട് ടൗൺ ആണ്, മെഡിക്കൽ കോളേജിന്റെ അടുത്ത്. അവിടുന്ന് അങ്ങോട്ട് എത്തണ്ട എയർപോർട്ടിലേക്ക്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത യാത്ര ചെയ്തു കേട്ടോ. മോൻ എന്നോട് പറഞ്ഞു, ഇമ്മ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് ടൂറ് പോകുന്നുണ്ട് തന്നെ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പോയിക്കോട്ടെ. ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ പൈസ അയച്ചു തരാം മോനെ, നിങ്ങൾ എവിടെങ്കിലും ഒക്കെ പോയി കറങ്ങി വരി. കാരണം ഫുൾ പഠിത്ത ഫാമിലി ലൈഫ് ഡോക്ടർമാർക്ക് പറഞ്ഞതേ അല്ല കേട്ടോ. എന്റെ അനുഭവത്തെ എന്റെ മക്കളെ അനുഭവം കണ്ടിട്ട് പറയാട്ടോ. ഞാൻ എല്ലാ ഡോക്ടർമാരെ എങ്ങനെ എനിക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ പോയിക്കോളി മക്കളെ, ഞാൻ തന്നെ പൈസ അയച്ചു തരാം മോനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോ 2 ദിവസം കഴിഞ്ഞാൽ ടിക്കറ്റ് വരുന്ന ഫ്ലൈറ്റിന്റെ എന്റെ പേരും ഉപ്പാന്റെ പേരും ഒക്കെ പെട്ടിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ പറയാ, നിങ്ങളും ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ മക്കൾ അങ്ങനെയാ, ഒറ്റയ്ക്ക് അവർ പോവുകയല്ല. ഉമ്മാനെയും ഉപ്പാനെയും ഒക്കെ ഒരു കൂട്ടി യോജിപ്പിച്ചിട്ടാണല്ലോ. തലമുറ കുറെ മാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പൊ ഞങ്ങള് മക്കളെ കൂടെ പോവുകയാണ് ഞങ്ങള് കാശ്മീരിലേക്ക്. എനിക്കാണെങ്കിലുണ്ടല്ലോ വീട്ടില് രാവിലെ എഴുന്നേറ്റ് പണികളൊക്കെ കഴിഞ്ഞ് കൃഷികളിൽ അങ്ങോട്ട് മുഴുകുന്ന ഇഷ്ടം. അപ്പൊ പിന്നെ മക്കള് വിചാരിച്ചിട്ടുണ്ടാവും ഒരാഴ്ച ഉമ്മയും കൂടെ അങ്ങ് സുഖിച്ചോട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ അറിയോ, അടുക്കളയിൽ ഇറങ്ങണ്ട, മെസ്സ് കൂട്ടി ഒരാഴ്ചക്ക് ഒന്നും ചെയ്യണ്ട. ഇനി ഞങ്ങൾ ഇങ്ങനെ മക്കളെ കൂടെ ഇങ്ങനെ പോവുക. ഞങ്ങൾക്ക് ഉണ്ടാകുന്ന സുഖം പോലെ തന്നെ എല്ലാ രക്ഷിതാക്കൾക്കും ഇങ്ങനെ മക്കളാലെ സുഖം അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഞങ്ങള് ഇറങ്ങാൻ നോക്കി, എല്ലാം റെഡിയായി. അപ്പൊ നിങ്ങളോട് കൂടെ പറയുന്ന ഓരോന്ന് എന്റെ എല്ലാ ചങ്കുകളെയും ഞങ്ങൾ കാണിക്കൂട്ടോ. എന്നായിക്കോട്ടെ. അങ്ങനെ ഞങ്ങള് കോഴിക്കോടിന്ന് മോൻ വന്ന്, മോന്റെ ഭാര്യന്റെ ഉമ്മയുണ്ട്. ഞങ്ങൾ 5 പേരാ പോകുന്നത്. വിമാനത്തിലാണല്ലോ പോകുന്നത്. അപ്പൊ കാറില് എയർപോർട്ട് വരെ കാറിലേക്ക് പോവുക. ഇവിടെ എയർപോർട്ടിൽ കാറ് വെച്ചിട്ട് പിന്നെ വിമാനത്തിൽ കയറി. ഇപ്പൊ ഫ്ലൈറ്റിൽ ജമ്മു കാശ്മീരിലേക്ക് പോവാന്നൊക്കെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. പിന്നീട് സംഭവിച്ചത് കേട്ടാൽ ഭയങ്കര സങ്കടം പോയിട്ടോ. പിന്നെ സംഭവിച്ച എന്താന്ന് പറഞ്ഞാല്, രാവിലെ ഒന്നും ഒരു വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എന്താണ് ഒക്കെ കറക്റ്റ് ഓക്കെ എന്നുള്ള മെസ്സേജ് ആയിരുന്നു പോലും വന്നിരുന്നത്. ഞങ്ങൾക്കെല്ലാം മോനാണല്ലോ വരിക. അങ്ങനെ എയർപോർട്ടിൽ അങ്ങ് എത്തിയപ്പോ അറിയുന്നത്
ഞങ്ങൾ പോകുന്ന ഇൻഡിഗോ ഫ്ലൈറ്റ് ഒന്നും പോകുന്നില്ല, പണിമുടക്കാണെന്നുള്ളത്. ഇനി പൈലറ്റിന്റെ പണിമുടക്കം എന്താ അറിയില്ല, 1000ന്റെ അടുത്ത് വിമാനം റദ്ദാക്കി. അങ്ങനെ അവിടെ ഭയങ്കര ബഹളായി. ഞങ്ങൾ ഭയങ്കര ആവേശത്തിൽ എല്ലാവരും അയൽവാസികളുണ്ട്, എല്ലാവരും ഉണ്ട്, കുടുംബക്കാരോണ്ടും ഒക്കെ യാത്ര പറഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ കാശ്മീരിലേക്ക് പോകുന്നത്. ഏതായാലും ഒരുങ്ങി പിടിച്ച് ഡ്രസ്സും എല്ലാം എടുത്ത് ഇറങ്ങി പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ വിമാനമല്ല. അവിടുന്നൊന്നും എനിക്ക് വീഡിയോ എടുക്കാനും കഴിഞ്ഞില്ല. അപ്പാടെ തകർന്നു, ഞങ്ങളെ സ്വപ്നങ്ങളൊക്കെ തകർന്നു. വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല അവിടുന്ന്. പിന്നെ ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്നറിയാം. അപ്പൊ അവര് പറഞ്ഞ് റീഫണ്ട് ആക്കും പൈസ. ഞങ്ങൾ പോകുന്നത് ഹൈദരാബാദിൽ ഇറങ്ങി കണക്ഷൻ ഫ്ലൈറ്റിലാണ് കാശ്മീരിലേക്ക് പോകുന്നത്. അപ്പൊ ഹൈദരാബാദ് വരേണ്ടത് ഓക്കെയാ, അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് അങ്ങോട്ടുള്ളതാണ് പ്രശ്നം. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് കയറിയ പിന്നെ ഞങ്ങൾക്ക് റീഫണ്ടും ഇല്ല, എന്തോ പ്രയാസങ്ങൾ അതിന്റെ ഇടയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഹൈദരാബാദ് പോയിട്ട് കാര്യമില്ലല്ലോ, ഒന്നും പ്ലാനിങ് അല്ലല്ലോ. അങ്ങനെ ഞങ്ങള് വിചാരിച്ചു, അവിടെ കുറേ ബഹളവും ജനങ്ങളെ ബഹളവും അങ്ങനെ എയർപോർട്ടിൽ നിന്ന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു എത്തും പൊടിയും കിട്ടാണ്ട് അങ്ങനെ ആലോചിക്കുമ്പോൾ ബഹളും ജനങ്ങളൊക്കെ ഞങ്ങളെ പോലെ കുറേ പേരുണ്ടല്ലോ. അപ്പൊ അവര് ഇൻഡിഗോന്റെ ഓഫീസിലേക്ക് പോയി, എയർപോർട്ടിൽ നിന്ന് തന്നെ. അവിടെ കുറേ പേരുണ്ട്, എന്താണ് ചെയ്യുന്നത്, റീഫണ്ട് കിട്ടണല്ലോ, പൈസ 1.5 ലക്ഷത്തിന്റെ അടുത്ത് അടിച്ചു പോവുകയും ചെയ്തല്ലോ അഞ്ചാക്കുള്ളത്. അങ്ങനെ ചെയ്തപ്പോ പിന്നെ രേഖ അങ്ങോട്ട് കിട്ടണ്ടേ, ഞങ്ങൾക്ക് റീഫണ്ടിന്റെ പേപ്പർ കിട്ടണല്ലോ. അങ്ങനെ അവിടെ കുറെ നേരം നിന്നു, 2 മണിക്കൂർ. ഒന്നിനും ആ ബഹളം ഒന്നും എനിക്ക് വീഡിയോ പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാ. അതാണ് ഒക്കെ എനിക്ക് വീഡിയോ പിടിക്കേണ്ടിയിരുന്നു. ആ ഒരു വിഷമത്തിൽ ഒന്നും കഴിഞ്ഞില്ല, ഫോൺ എടുക്കാനേ കഴിഞ്ഞില്ല. പിന്നെ ഞങ്ങൾക്ക് അതല്ല പേപ്പർ കിട്ടി, റീഫണ്ട് തരാന്നുള്ള. അപ്പൊ കിട്ടിക്കഴിഞ്ഞപ്പോ ഞങ്ങൾ തീരുമാനിച്ചു, ഇനിയിപ്പൊ എന്താ ചെയ്യും, തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ. കുറവ് വിചാരിച്ചിട്ടൊന്നുമല്ല, ഇറങ്ങിപ്പോയില്ലേ, ആവേശത്തിൽ ഇറങ്ങിപ്പോയില്ലേ. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു 5 ദിവസം ഞങ്ങള് ഇനി ഇവിടെയൊക്കെ ഒന്ന് കൊടൈക്കനാല്, ബാംഗ്ലൂര് അങ്ങനെയൊക്കെ ഒന്ന് കറങ്ങട്ടെ എന്ന് അവിടെ വെച്ച് അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങള് എല്ലാരും കൂടെ കാറിൽ തന്നെ, പിന്നെ കാറിൽ യാത്രയായി. ആ കാറിൽ ഞങ്ങള് കൊടൈക്കനാലിലേക്ക് അങ്ങ് പുറപ്പെട്ടു. അങ്ങനെയാണ് ഇറങ്ങിയത് കാശ്മീരിലാണെങ്കിലും എത്തിയത് കൊടൈക്കനാലിലാണ്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് കൊടൈക്കനാലിൽ നിന്നാണ്. അങ്ങനെ കൊടൈക്കനാലിൽ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി നേരെ വേറെ സ്ഥലത്തേക്കൊക്കെ പോയി. അവസാനം കാശ്മീരിന് എപ്പാണോ തിരിച്ചു വരുന്ന ഡേറ്റ്, ആ സമയത്ത് ഞങ്ങൾ ഇനി നാട്ടിലേക്കും തിരിച്ചു പോകുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു പ്രയാസങ്ങൾ ഞങ്ങൾക്ക് അനുഭവിച്ചു പോയിട്ടോ. അങ്ങനെ ആർക്കെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും ഒക്കെ ഒന്ന് പറയണേ, ഇങ്ങനെയൊക്കെ ഞങ്ങളെ പോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. ഞങ്ങൾ പിന്നെ എന്ന് പറയുന്നത് ടൂറിന് പോകുന്നവരാ. ഈ മറ്റുള്ള അത്യാഹിത ആവശ്യങ്ങൾക്ക് പോകുന്നവരൊക്കെ ഉണ്ടാവൂലേ, പെട്ടെന്ന് വിമാനം എയർപോർട്ടിൽ എത്തിയിട്ട് അറിയുന്നത് ക്യാൻസലായി പോയി എന്നുള്ളത്. അതിന്റെ മുമ്പൊന്നും വിവരങ്ങളില്ല, ഒരുങ്ങി പിടിച്ചിട്ട്. ഞങ്ങൾ വന്ന് പൊള്ളാച്ചി എത്തി. ഇനി നമുക്ക് കൊടൈക്കനാൽ എത്ര കിലോമീറ്റർ ഉണ്ട്? എത്ര? ഇനി 127 ഉണ്ടോ? എന്തോ എപ്പം തുടങ്ങിയതാ യാത്ര. ഞങ്ങൾ പൊള്ളാച്ചി വഴി പോകുമ്പോ കാറ്റാടിപ്പാടം കണ്ടു. ഇതാ കാറ്റാടി, ഞാൻ നിങ്ങളെ കാണിച്ചു തരിക. കാറ്റാടി കണ്ടോ? അടുത്തുനിന്ന് കണ്ടാലേ അത് ഒന്ന് അടുത്തുള്ളുണ്ട്, പക്ഷെ അടുത്തുള്ളത് കറങ്ങുന്നില്ല. അതാ ഇത് കറങ്ങുന്നില്ല, ഇതേപോലത്തതാണ്. അതല്ല അങ്ങോളുണ്ട്. ഇതാ കറങ്ങുന്നത്, ഇതാ കറങ്ങുന്നൊന്ന് വലുതാക്കി വെക്കട്ടെ. അത് വലുതാണ്, ദൂരമുള്ളത് കൊണ്ട് മനസ്സിലാകുന്നില്ല. അപ്പുറമൊക്കെ ഉണ്ട്. ഞാൻ കാണുന്നതൊക്കെ നിങ്ങളീ കാണിച്ചു തരുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടെ ഒക്കെ ഇത് കാറ്റാടിപ്പാട് അങ്ങേ അറ്റം. അപ്പുറം പോയിക്കൂടാ, 4 വരി 6 വരി പാതയാ. അതിന്റെ ഇടയില് ഞങ്ങൾ ഇളനീർ കുടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ. അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാൽ അടുത്തെത്താനായില്ലേ. എത്ര കിലോമീറ്റർ ഉണ്ട്? 50 കിലോമീറ്റർ ഉണ്ട്. മതി. ഞങ്ങൾ ചുരത്തിലൂടെ യാത്ര ചെയ്യാ. വയനാട്ടിലെ ചുരം ഒന്നും അല്ലട്ടോ. ഇത് കാണുമ്പോ ഇത് എണ്ണം കൂടുതലാ. എണ്ണ നമ്മളത് 9 അല്ലേ ഉള്ളു. വയനാട് ചുരത്ത് എത്ര ചുരമുള്ളത്? 18 14 ചുരണ്ട്. അത് നല്ല സംഭവം. നല്ല തണുപ്പിലൂടെ ഇങ്ങനെ മെല്ലെ പോവാൻ നല്ല രസമുണ്ട്.
തണുപ്പ് വരാൻ തുടങ്ങി. കൊടൈക്കനാലിൽ എത്തുന്നൂറ് അല്ലേ, തണുപ്പ് വരാൻ തുടങ്ങി. കാറ്റും നേരിയ എന്താ മലമുകളൊക്കെ അപ്പുറത്തൊക്കെ ഭയങ്കര മലയാ. അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി നമ്മളത് ഭയങ്കര മലയായിരിക്കും. നല്ല വ്യൂ ആണ്. കൊടൈക്കനാലിൽ എത്തി റൂമെല്ലാം എടുത്തു. ഞങ്ങൾ താമസിക്കുന്ന റൂമിന്റെ താഴെയുള്ള ആ വീട്ടിലെ ആൾക്കാർക്ക് മാത്രമുള്ള ഒരു പൂന്തോട്ടവും കാര്യമാണ്. ഇവിടെ കണ്ട രാത്രി ഇവിടെ തണുപ്പല്ലേ, ക്യാമ്പ് ഫയർ നടത്തുന്ന സ്ഥലം. അതാ ചുറ്റും കസേരകളിൽ നടുക്ക് തീ കത്തിക്കുന്നത്. ഇവിടെ മൊത്തം ഊഞ്ഞാലാടെ കുട്ടിയൊക്കെ പറ്റിയതുണ്ട്, കുട്ടിയെ കളിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.